കേരളത്തിലെ പോലീസ് ജനമൈത്രി പോലീസ് എന്നാണ് വയ്പ്. പറയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് സേന എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേരള പോലീസിലുള്ളത് മനുഷ്യന്മാരാണോ അസുരന്മാരാണോ എന്ന സംശയം ഇപ്പോൾ കേരളത്തിലെ ഏത് മനുഷ്യനും ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതു മുതൽ കേരള പോലീസിന്റെ കാടത്തം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ്. കേരള പോലീസിന്റെ ജനമൈത്രി ജനങ്ങളെ സേവിക്കുന്നതിലാണോ അതോ മനുഷ്യന്മാരെ ഇടിച്ചു കൊല്ലുന്നതിലാണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 2016 പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം 9 വർഷത്തിനിടെ 1/2 ഡസനോളം ആളുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് വിട്ടയച്ച ശേഷവും മരണപ്പെട്ടത്. കുറ്റവാളികളാണെങ്കിൽ പോലും ആളുകളെ ഇടിച്ചു കൊല്ലാൻ ഈ പോലീസുകാർക്ക് ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? 2017 ജൂലൈ 18-നാണ് വിനായകൻ എന്ന തൃശൂർ ഏങ്ങണ്ടിയൂരിലെ 18 വയസ്സ് മാത്രം പ്രായമുള്ള ദളിത് യുവാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത്. സുഹൃത്തായ പെൺകുട്ടിയുടെ മുന്നിൽ നിന്നാണ് മാലമോഷണം ആരോപിച്ച് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന വിനായകൻ മാനസിക വിഷമം താങ്ങാനാകാതെ ജീവൻ ഒടുക്കുകയായിരുന്നു. കഴിഞ്ഞില്ല, അവിടുന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സംഭവം. വീടാക്രമിച്ചുവെന്ന പരാതിയിൽ 2018 ഏപ്രിൽ 6 രാത്രി കസ്റ്റഡിയിലെടുത്ത വാരാപ്പുഴയിലെ ശ്രീജിത്ത് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടു. അടിവയറിനേറ്റ പരിക്കായിരുന്നു മരണത്തിന് കാരണം. ഏപ്രിലിൽ നടന്ന സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാർ 8 മാസത്തിനകം സർവീസിൽ തിരിച്ചെത്തി. എന്തൊരു ശുഷ്കാന്തി അല്ലേ? 2019 ജൂൺ 12 നിക്ഷേപ തട്ടിപ്പ് കേസിൽ വാഗമൺ സ്വദേശിയായ രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയനായ രാജ്കുമാർ ജൂൺ 21-ന് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. 3 ദിവസം അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു. മതിയായ ചികിത്സ പോലും ലഭ്യമാക്കിയില്ല. വേദന കടിച്ചമർത്തി പീരുമേട് ജയിലിൽ കഴിഞ്ഞ രാജ്കുമാർ ഒടുവിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് മർദ്ദനങ്ങളെക്കാൾ ക്രൂരമായിരുന്നു രാജ്കുമാർ നേരിട്ടത് എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും CBIയുടെ കുറ്റപത്രവും. 2020-ലാണ് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ കോവിഡ് നിരീക്ഷണ കേന്ദ്രമായ അമ്പലിക്കല ഹോസ്റ്റലിലെ കഞ്ചാവ് കേസ് പ്രതി ഷമീർ മരിച്ചത്. 2020 സെപ്റ്റംബർ 29-നാണ് ഷമീറും സംഘവും പിടിയിലാകുന്നത്. അമ്പലിക്കല ഹോസ്റ്റലിൽ എത്തിച്ച ഷമീർ ക്രൂരമർദ്ദനത്തിനിരയായി. വാരിയെല്ലും നെഞ്ചെല്ലും പൊട്ടിയ ഷമീറിന്റെ ശരീരത്തിൽ 40 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാടത്തമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും ഷമീറിന്റെ കാര്യത്തിൽ. 2022 ജൂലൈ 21-നാണ് വടകരയിലെ സജീവനെ വാഹനാപകട തർക്കവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് വിട്ടയച്ചുവെങ്കിലും സജീവൻ സ്റ്റേഷൻ വളപ്പിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. 2023 ഓഗസ്റ്റ് 1-നാണ് MDMA കൈവശം വെച്ചതിന് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമിർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത്. കസ്റ്റഡിയിൽ താമിർ ജിഫ്രി ക്രൂരമർദ്ദനത്തിനിരയായി എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കേസ് CBI ഏറ്റെടുക്കുകയും മർദ്ദനത്തിൽ ഉൾപ്പെട്ട 4 പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സമയബന്ധിതമായി കുറ്റപത്രം നൽകാത്തതിനാൽ 4 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. 2025-ലേക്ക് എത്തുമ്പോൾ തൃശൂരിലെ കുന്നംകുളം പീച്ചി പോലീസ് സ്റ്റേഷനുകൾ പോലീസിന് തലവേദനയാവുകയാണ്. പരാതിയുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ എത്തുന്നവരെ മർദ്ദിക്കുക, മധ്യസ്ഥതയ്ക്ക് സ്റ്റേഷനിൽ എത്തുന്നവരെ മർദ്ദിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ഇടിമൈത്രി പോലീസിന്റെ ഇഷ്ടവിനോദങ്ങൾ. അതായത് പഴയ ഇടിയൻ പോലീസ് ലൈനിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുന്നു. ആരെ വേണമെങ്കിലും ഇടിച്ചു കൊല്ലാം എന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് സിസ്റ്റം അധപതിച്ചിരിക്കുന്നു. സുജിത്തിന്റെ കേസും പീച്ചിയിലെ കേസും തമ്മിൽ സാമ്യതകൾ ഏറെയുണ്ട്. തൃശൂർ പട്ടിക്കാട്ടെ ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ്, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവർക്കാണ് പീച്ചി പോലീസിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. സുജിത്തിന് മർദ്ദനമേറ്റത് 2023 ഏപ്രിൽ 5-നാണെങ്കിൽ ഇത് നടന്നത് അതിനും ഏതാനും ദിവസം മുൻപ് 2023-ൽ തന്നെ മെയ് മാസം 24-നാണ്. സുജിത്തിനെ മർദ്ദിച്ചത് പോലീസിന്റെ അകാരണമായ ഭീഷണി ചോദ്യം ചെയ്തതിനാണ് എങ്കിൽ ഔസേപ്പിനും മകനും ജീവനക്കാർക്കും പോലീസ് മർദ്ദനമേറ്റത് ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു. 13 മാസം നിയമ പോരാട്ടം നടത്തിയപ്പോഴാണ് ഔസേപ്പിന് തങ്ങൾക്കെതിരായ പോലീസ് ഭീകരതയുടെ CCTV ദൃശ്യങ്ങൾ പോലും ലഭിച്ചത്. എന്നിട്ടും അത് പുറത്തുവിടാൻ അവർ ഭയന്നു. കാരണം അന്നുണ്ടായ അനുഭവം തന്നെ. ഒടുവിൽ
ഇപ്പോൾ സുജിത്തിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോഴാണ് ഔസേപ്പിനും ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ധൈര്യം കിട്ടിയത്. അന്ന് 2023 മെയ് 24-ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പാലക്കാട് സ്വദേശികൾ ഹോട്ടൽ ഉടമ ഔസേപ്പുമായി തർക്കമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഔസേപ്പും മകനും ജീവനക്കാരും. സ്റ്റേഷനിലെത്തിയ ലാലിസ് ഹോട്ടൽ മാനേജർ റോണിയെയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയും PCSI രതീഷ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചു. ഔസേപ്പിന്റെ മകൻ പോളിനെ ലോക്കപ്പിലിട്ടു. ഔസേപ്പ് അടക്കമുള്ളവർക്ക് നേരെ ആക്രോശിച്ചു. ഫ്ലാസ്ക് കൊണ്ടടക്കം അടിക്കാൻ ശ്രമിച്ചുവെന്ന് ഔസേപ്പ് പറയുന്നു. മർദ്ദനത്തിൽ ഭയന്ന ഔസേപ്പ് പരാതിക്കാരനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി കേസ് പിൻവലിക്കാൻ 5 ലക്ഷം രൂപ നൽകിയതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. ഇതിനുശേഷമാണ് തങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തിനെതിരെ ഔസേപ്പ് നിയമപരമായി നീങ്ങുന്നത്. 1 വർഷത്തിലധികം നിയമ പോരാട്ടം നടത്തിയ ശേഷമാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് കൈമാറുന്നത്. പലകുറി പലയിടത്തായി വിവരാവകാശ അപേക്ഷ നൽകിയിട്ടും പോലീസ് ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറായിരുന്നില്ല. 13 മാസങ്ങൾക്ക് ശേഷം ദൃശ്യം ലഭിച്ചിട്ടും പിന്നെയും 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അത് പുറത്തുവിടാൻ ഔസേപ്പിന് ധൈര്യം കിട്ടിയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പോലീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം എത്രയാണെന്ന് മനസ്സിലാകുകയുള്ളൂ. മധ്യസ്ഥത പറയാൻ ചെന്നതിനാണ് കൊല്ലത്തെ CPM ലോക്കൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് ഇടികൊണ്ടത്. കൊല്ലം നെടുമ്പന CPM ലോക്കൽ സെക്രട്ടറി സജീവാണ് കണ്ണനല്ലൂർ CIക്കെതിരെ മർദ്ദന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നോക്കൂ, അയാൾ ഒരു കുറ്റവാളിയല്ല, ഏതെങ്കിലും കേസിൽ പ്രതിയല്ല. ഒരു കേസിന്റെ മധ്യസ്ഥതയ്ക്കാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്റ്റേഷനിൽ എത്തിയത്. അതും ഭരണകക്ഷിയുടെ ഒരു പ്രദേശത്തെ സമുന്നതനായ നേതാവാണ്. അയാൾക്ക് പോലും നമ്മുടെ ഇടിയൻ പോലീസിൽ നിന്ന് രക്ഷയില്ല എന്ന് വരുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ത് വിശ്വസിച്ചാണ് ഈ പോലീസിനെ സമീപിക്കേണ്ടത്? ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും ഈ ദ്രോഹ മൈത്രി പോലീസ് നിങ്ങളെ കള്ളനും കൊലപാതകയുമാക്കും. സ്റ്റേഷനിലിട്ട് ഇടിച്ച് നെഞ്ചിൻകൂട് കലക്കും, നട്ടെല്ല് തകർക്കും. നാട്ടിലില്ലാത്ത കേസ് മുഴുവൻ തലയ്ക്ക് കെട്ടിവെക്കും. കാരണം ആരെ ഉപദ്രവിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സിസ്റ്റം ഉണ്ടാകും. കാരണം അത്രയ്ക്ക് കേമമാണല്ലോ നമ്മുടെ സിസ്റ്റം. ഇവിടെ പീച്ചിയിൽ മർദ്ദനമേറ്റ ഔസേപ്പിനും കുടുംബത്തിനും ഇന്നും നീതി ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന് 2.5 വർഷം പിന്നിട്ടു. ഇന്നും മർദ്ദിച്ച പോലീസുകാർ സസുഖം വാഴുന്നു. ഒരു പരാതിയിലും അവർക്കെതിരെ നടപടിയില്ല. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് അധികൃതർ. അസിസ്റ്റന്റ് കമ്മീഷണർ, DIG, IG തുടങ്ങിയവരെല്ലാം കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മർദ്ദിച്ച SIയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 1.5 വർഷം മുൻപ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടും അത് പുറത്തുവിടാൻ ഔസേപ്പിന് ധൈര്യമുണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. കാരണം അന്നുണ്ടായ അത്ര മോശം അനുഭവമാണ്. ഇപ്പോൾ പുറത്തുവിടാനും നിദാനമായത് സുജിത്തിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഊർജമാണ് ഔസേപ്പിനെയും ആത്മവിശ്വാസമുള്ള ആളാക്കിയത്. സുജിത്തിന്റെ പോരാട്ടത്തിന്റെ ഊർജമാണ് സജീവ് എന്ന CPM ലോക്കൽ സെക്രട്ടറിയെയും അനുഭവങ്ങൾ ബോധ്യങ്ങളാകുന്നു എന്ന തലക്കെട്ടിൽ പോലീസിനെതിരെ, സ്വന്തം പാർട്ടി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ സ്വന്തം അനുഭവങ്ങൾ വിവരിച്ച് ഫേസ്ബുക്ക് കുറിപ്പിടാൻ പര്യാപ്തമാക്കിയത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ പേരിൽ പോലീസും ഭരണപക്ഷവും പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഭരണപക്ഷ പാർട്ടിയിലെ തന്നെ ലോക്കൽ സെക്രട്ടറിയും പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് ഓർക്കണം. പോലീസ് മർദ്ദനത്തിന്റെ സകല ക്രൂരതകളും അനുഭവിച്ച 2 പേർ മന്ത്രിസഭയിലുള്ളപ്പോൾ അതിൽ ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് നിരപരാധിയായ ഒരു മനുഷ്യൻ ഇത്രയും ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് സുജിത്തിന്റെ കാര്യത്തിൽ ഓർക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും പീഡനം സഹിച്ചിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മനക്കരുത്തും ഒപ്പം ഇന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കുക. പോലീസുകാരോടാണ്. എല്ലാ പോലീസുകാരെയും കുറിച്ചല്ല ഈ അഭിപ്രായം. ജനമൈത്രി പോലീസിൽ നല്ല പോലീസുകാരുമുണ്ട്. എനിക്കറിയാവുന്നവരും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ളവർക്കെല്ലാം പോലീസിൽ നിന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം പോലീസുകാരെ കുറിച്ചല്ല ഈ വീഡിയോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പകരം പോലീസ് സേനയാകെ നാണക്കേടിലാക്കുന്ന ഇടിയൻ പോലീസുകാരെ കുറിച്ചാണ്, പോലീസിന്റെ സൽപ്പേര് കളഞ്ഞുകുളിക്കുന്ന പോലീസുകാരെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ.